ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പടം തുടരും, സ്റ്റാറിംഗ് മോഹൻലാൽ. തുടരും ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തി. തരുൺ മൂർത്തിയുടെ തേർഡ് മൂവിയാണ് തുടരും. അതിനു മുമ്പ് തരുൺ മൂർത്തി ചെയ്ത പടങ്ങളാണ് ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളയ്ക്ക്. തുടരും ഫിലിമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് പറയേണ്ട ഒരു ഫേമസ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ഫേമസ് ഡയലോഗാണ്. അതായത് ഒരു വെള്ളിയാഴ്ച മതി ഒരാളുടെ ലൈഫ് ഫുള്ളി മാറ്റിമറിക്കാൻ. അതാണ് ഇപ്പോൾ തുടരും ചെയ്തിരിക്കുന്നത്. മോഹൻലാലിന്റെ ഇത്രയും നാടുകളിൽ ഇറങ്ങിയേക്കുന്ന ഫ്ലോപ്സിനെല്ലാം ഓവർകം ചെയ്തിട്ടാണ് തുടരും ഇപ്പോൾ ഒരു ഗ്രാൻഡ് ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നത്. ലിറ്ററലി എമ്പുരാനിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മോഹൻലാലിനെയാണ് തരുൺ മൂർത്തി തുടരും ഫിലിമിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തുടരുമിൻ്റെയും എമ്പുരാൻ്റെയും ട്രെയിലർ ഒരേ അടുത്തടുത്ത ദിവസങ്ങളായിട്ട് തന്നെയാണ് ഇറങ്ങിയിരുന്നത്. അതിൽ എമ്പുരാൻ്റെ ട്രെയിലറിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് തരുൺ മൂർത്തിയുടെ തുടരുമിൻ്റെ ട്രെയിലറാണ്. കാരണം ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് പടം നല്ലതാണെങ്കിൽ ആ പടത്തിൻ്റെ ഇറങ്ങുന്ന ട്രെയിലറിൽ അത് നല്ല വിസിബിളായിട്ട് കാണും. ഓൾമോസ്റ്റ് എമ്പുരാനും കൂടി ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് മോഹൻലാൽ ഇസ് ഗോൺ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം അഭിനയമാണെങ്കിലും ഒരു ആക്ഷൻ സീൻസ് ആണെങ്കിലും ആ ഒരു പഴയ ആ ഒരു സാധനം കിട്ടണ്ടായിരുന്നില്ല. പക്ഷെ തുടരും ഫിലിം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അത്യാവശ്യം നല്ലൊരു ഡയറക്ടറിന്റെ കയ്യിലാണ് മോഹൻലാലിന് കിട്ടുന്നതെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഇപ്പോഴും പുള്ളിയുടെ കയ്യിലുണ്ട്. എക്സ്പ്രഷൻസ് ആണെങ്കിലും ആക്ഷൻസ് ആണെങ്കിലും ഇതിനകത്ത് കുറേ സ്റ്റണ്ട് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാടുന്നതും ചവിട്ടുന്നതും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ആ ഒരു സീൻസ് കാണുമ്പോൾ നല്ല രീതിയിലുള്ള ഗൂസ് ബംപ്സ് ആണ് കിട്ടുന്നത്. ഓൾസോ ഇതിൻ്റെ അകത്ത് ചില ഇമോഷണൽ സീൻസ് കാണുന്ന സമയത്ത് നമുക്കും ആ ഒരു ഫീലിംഗ് കിട്ടും. അങ്ങനെ അത്രയും നല്ല രീതിയിലാണ് തരുൺമൂർത്തി മോഹൻലാലിനെ ഇതിൻ്റെ അത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ വൺ ആൻഡ് ഓൺലി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. പുള്ളിയുടെ ആ ഒരു ഫുൾ ഫ്ലെഡ്ജ് സാധനമാണ് നമുക്ക് തുടരും ഫിലിമിൽ കാണാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കാം, പുള്ളിക്ക് അഭിനയിക്കാനുള്ളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് ജീവിച്ച് കാണിച്ചു തരും. സ്റ്റോറി ആണെങ്കിലും ഭയങ്കര വെറൈറ്റി സ്റ്റോറി ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം കോമൺ ഒരു സ്റ്റോറിയാണ്. എന്നാലും ആ സ്റ്റോറിയുടെ മേക്കിങ്ങും അതിൻ്റെ ടെക്നിക്കാലിറ്റീസും ഇതിൻ്റെ സ്റ്റോറിയേക്കാൾ ഉപരി ആ ഒരു പെർഫോമൻസിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഞാനിതിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നത്. സ്റ്റോറി ഓൾമോസ്റ്റ് ഒരു കുറച്ചെത്തുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും ഇങ്ങോട്ട് എന്താണ് ഡയറക്ഷൻ എന്ന്. പക്ഷെ അത് ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു പെർഫോമൻസ് ബാക്കിംഗ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് ആ സ്റ്റോറി എനിക്ക് എന്താണെന്ന് ഓൾമോസ്റ്റ് മനസ്സിലായെങ്കിലും ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും എൻഗേജ് ചെയ്താണ് എന്നെ ഇരുത്തിയത്. ഇതിൽ സ്റ്റോറി മാത്രമല്ല, ഈ സ്റ്റോറിയിൽ കൊടുത്ത കുറേ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഡീറ്റെയിലിങ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നമുക്ക് ആ കാര്യങ്ങൾ കുറേ മനസ്സിലാവും. കാരണം അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് തരുൺമൂർത്തി ഇതിൻ്റെ അകത്ത്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് ആണ്. ജെയ്ക്സ് ബിജോയുടെ ഈ അടുത്ത് ഇറങ്ങിയതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർസും ഒറിജിനൽ സ്കോർസും എല്ലാം തുടരും ഫിലിമിൻ്റെതാണ്. ആ ഒരു സീനിന് അത്യാവശ്യം നല്ല രീതിയിലാണ്, അത്രയും നല്ല രീതിയിലാണ് ജെയ്ക്സ് ബിജോയ് ഇതിൽ ആ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നത്. അതായത് ചില സീനുകളിൽ ജസ്റ്റ് മാസ് കാണിക്കാൻ വേണ്ടി വെറുതെ മഴയുടെ ഒച്ചയും ഇടിവെട്ടിൻ്റെ ഒച്ചയും മാത്രമുള്ളൂ അതിൻ്റെ അകത്ത്. ആ ഒരു ഒറ്റ സീനിൽ ആ ഒരു മാസം കൂടെ വർക്കൗട്ടായി. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഷാജി കുമാറാണ്. ഇതിൻ്റെ അകത്ത് കുറേ ഐ ഷോട്ട്സ് ഉണ്ട് മോഹൻലാൽ. ഓ മൈ ഗോഡ്! ഒരു ഐ ഷോട്ട്സ് ഒറ്റയടിക്കാണ് അവിടെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ അറിയിക്കണത്. ആ ഒരു ആങ്കറും വിഷമവും എല്ലാം ആ ഒരു ഐ ഷോട്ട്സ് കൂടെ ഭയങ്കര നല്ല രീതിയിലാണ് കൺവേ ആയി പോകുന്നത്. ആ ചില സീനുകൾ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ അമേസ്ഡ് ആയിട്ടാണ് ഞാൻ ഇരുന്നത്. പിന്നെ ഇതിൽ മോഹൻലാലിനെ കൂടാണ്ട് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ആയിട്ട് വരുന്നത് ശോഭനയുണ്ട് മോഹൻലാലിന്റെ വൈഫായിട്ട്. പിന്നെ തോമസ് മാത്യു ആണ് ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. ബിനു പപ്പു ഉണ്ട്. ബിനു പപ്പുയുടെ റോളൊക്കെ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ പിടിച്ചങ്ങനെ ഇടിക്കാൻ പാകത്തുള്ള രീതിയിലാണ് അഭിനയിച്ച് വെച്ചേക്കുന്നത്. അത്രയും ബ്രില്യൻറ്റ് റോൾസ് ആയിരുന്നു. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ അകത്ത് ആഡ് ഡയറക്ടർ ആയിട്ടുള്ള പ്രകാശ് വർമ്മ. പുള്ളിയുടെ ഒരു ഡെബ്യൂ റോളായിട്ട് ഇതിൻ്റെ അകത്ത് SI ജോർജ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പ്ലേ ചെയ്യുന്നുണ്ട്. ഒന്നും പറയാനില്ല, പുള്ളിയുടെ ഡെബ്യൂ റോളാണെന്ന് നമ്മൾ പറയത്തേ ഇല്ല. കാരണം അത്രയും അത്രയും അങ്ങേര് സെറ്റായിട്ടാണ് ഈ പടത്തിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഓഹ്! ഞാൻ ആ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം
ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് നഷ്ടപ്പെടരുത്. പിന്നെ ഈ പടം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ദ ലേറ്റ് നിഷാദ് യൂസഫാണ്. നിഷാദ് യൂസഫും ഷഫീഖ് ബീബിയുമാണ്. ഉം, ഈ രണ്ടുപേരും കൂടി ചേർന്നാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ആഹ് ഈ പ്രീവിയസ്ലി റിലീസായ ആലപ്പുഴ ജിംഖാനയുടെയും ബസൂക്കയുടെയും എഡിറ്റിങ്ങും നിഷാദ് യൂസഫ് തന്നെയായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു തുടരും ഫിലിമാണ് പുള്ളി കുറച്ചുകൂടി ഒരു 90% കംപ്ലീറ്റ് ചെയ്തത് എന്നെനിക്ക് തോന്നുന്നു. കാരണം ബാക്കി ഇറങ്ങിയ രണ്ട് പ്രീവിയസ് മൂവീസിലും എഡിറ്റിങ്ങിനും ആ ഒരു സ്ക്രീനിൻ്റെ ഫ്ലോയിനും നല്ല രീതിയിലുള്ള ഒരു ഇഷ്യൂസ് ഞാൻ കണ്ടിരുന്നു. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ആൻഡ് സ്റ്റോറി കെ ആർ സുനിലിൻ്റെതാണ്. ആ സ്റ്റോറി തരുൺമൂർത്തിയും കെ ആർ സുനിലും കൂടി ചേർന്നാണ് ഒരു സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പല മൂവീസിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പോകുന്നത് നല്ല എൻജോയബിൾ ആയിട്ട് തന്നെയാണ് പടത്തിൽ പോയിക്കൊണ്ടിരുന്നത്. പടം ഞാൻ ഓപ്പൺലി പറയാമല്ലോ, ആ 2-2.5 മണിക്കൂർ ഒട്ടും ബോറടിച്ചില്ല. ആ ഒരു എൻഗേജ്ഡ് ആയിട്ട് തന്നെയാണ് പടം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു സ്ക്രിപ്റ്റിലുള്ള മോഹൻലാലിനെ ആനയായിട്ട് താരതമ്യപ്പെടുത്തുന്ന ആ ഒരു പരിപാടി, അതൊക്കെ വളരെ നല്ല രീതിയിലാണ് വർക്കൗട്ട് ആയിരുന്നത്. ഡയലോഗ്സ് ആണെങ്കിലും നല്ല ക്രിസ്പായിരുന്നു. പിന്നെ എനിക്കതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ ഷൺമുഖം എന്നൊരു ക്യാരക്ടർ പഴയ ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു എന്ന ഒരു കഥയുടെ സ്റ്റാർട്ടിങ് തന്നെ പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഈ ക്യാരക്ടറിന് വരുന്ന ഫിലിമി റെഫറൻസുകളും ഈ ക്യാരക്ടർ ചെയ്യുന്ന സ്റ്റണ്ടുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. തുടരും എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നേര് ഫിലിം ഇറങ്ങിയതിന് ശേഷം ഞാൻ മോഹൻലാലിൻ്റെ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കണ്ട ഒരു മൂവിയാണ് തുടരും. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇതൊരു 4K ഡോൾബി അറ്റ്മോസ് ഉള്ള ഒരു തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം അതിൻ്റെ ആ ഒരു ടെക്നിക്കലി ഭയങ്കര ടോപ്പ് നോച്ച് ആയിട്ട് തന്നെ ഈ ഫിലിം ഇരിക്കുന്നത്. ആൻഡ് സോ ടേക്ക് കെയർ.